പ്രകൃതി സ്നേഹിയും കർഷകനുമായ മുതുകുളം സ്വദേശി വിജയകുമാർ ഗ്രാഫ്റ്റിംഗ് എന്ന സസ്യപ്രജനന മാർഗം വേറിട്ട രീതിയിൽ അവലംബിച്ചത് ശ്രദ്ധേയമാകുന്നു. വെട്ടുമാറ്റിയ മാവിന്റെ അവശേഷിച്ച തടിയിലാണ് വിജയകുമാർ പ്രത്യേക രീതിയിൽ ഗ്രാഫ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. പ്രകൃതിയെയും പച്ചക്കറി കൃഷിയെയും പൂന്തോട്ട പരിപാലനത്തെയും ഒക്കെ അളവറ്റ് സ്നേഹിക്കുന്ന ഈ കർഷകൻ ഇപ്പോൾ ഒരു ഗ്രാഫ്റ്റിംഗ് സമ്പ്രദായം അവലംബിച്ചതിലൂടെയും ശ്രദ്ധേയനാകുകയാണ്. കാഴ്ചക്കാരിൽ അത്ഭുതവും ആനന്ദവും നിറയ്ക്കുന്ന ഹരിതാഭമാർന്ന കാഴ്ചയാണ് വിജയകുമാർ എന്ന പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ ഒരുക്കിയിരിക്കുന്നത്. മുതുകുളത്തെ വീട്ടുവളപ്പിലാണ് ഗ്രാഫ്റ്റിംഗിലെ ഏറെ വ്യത്യസ്തത നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വീട്ടുവളപ്പിലെ 35 വർഷത്തിലധികം പ്രായമുണ്ടായിരുന്ന കൂറ്റൻ മാവ് കാര്യമായി കായ്ഫലം തരാത്ത സാഹചര്യത്തിൽ വെട്ടിമാറ്റിയപ്പോഴാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്താലോ എന്ന തോന്നൽ വിജയകുമാറിനുണ്ടായത്. മണ്ണിൽ നിന്നും 3 അടിയോളം ഉയരത്തിൽ നിർത്തിയ മാവിന്റെ തടിയിൽ വെട്ടിമാറ്റിയ ദിവസം തന്നെ ഗ്രാഫ്റ്റിംഗ് നടത്തി. 7 ഇനം വ്യത്യസ്തവും മികച്ച കായ്ഫലം തരുന്നതുമായ മാവുകളാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മികച്ച മാവിൻ കമ്പുകൾ ഇതിനായി തെരഞ്ഞെടുത്തു. നാടൻ ഇനങ്ങളായ മൂവാണ്ടൻ, തത്തച്ചുണ്ടൻ, കർപ്പൂരമാവ് എന്നിവയെ കൂടാതെ കോട്ടൂർ കോണം, കോശേരി, കാലാപ്പാടി എന്നിങ്ങനെ 7 ഇനമാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. 3 മാസം പിന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ പൂർണ്ണ വളർച്ചയും രോഗപ്രതിരോധ ശേഷിയും കൈവരിച്ചതായി വിജയകുമാർ പറയുന്നു. ഒരു തടിയിൽ 7 ഇനങ്ങൾ പച്ചിലയും തളിർനാമ്പുകളും നീട്ടി വളർന്നു നിൽക്കുന്നത് മനോഹരമായ കാഴ്ച തന്നെയാണ്. വീട്ടുവളപ്പിൽ മാവിനു പുറമെ നാടൻ പേരമരത്തിലും ഗ്രാഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. VNR, ജപ്പാൻ, തായ് പിങ്ക് എന്നിവ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഈ ഒരു പൊക്കം വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഒരു 9 ഐറ്റം മാവാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. നമ്മുടെ നാടിനും മറ്റ് ഹൈബ്രിഡ് ഇനവും അടക്കം 9 സയോൺ നമ്മൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 7 എണ്ണവും പിടിച്ചു കിട്ടി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു 3-3.5 മാസമായി ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. ഇനി ഏകദേശം ഒരു അടുത്ത വർഷം എന്തായാലും ഇതിലെല്ലാത്തിലും കായുണ്ടാകും എന്നുള്ളതാണ് കാര്യം. ഗ്രാഫ്റ്റ് ചെയ്ത ഇനത്തിലൊക്കെ നമ്മൾ 1 വർഷത്തിനപ്പുറം കായുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയ മരം കൂടി ആയതുകൊണ്ട് അടുത്ത വർഷം എല്ലാം കായ്ക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് പിടിച്ചു കിട്ടുന്നത് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതി ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കാര്യം പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തെങ്കിലും ഫംഗസിൻ്റെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഇത് ഉണങ്ങിപ്പോവുകയാണ് സാധാരണഗതിയിൽ പതിവ്. അപ്പോൾ ഇത് ഇത്രയും പിടിച്ചു കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് വരില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം ഏകദേശം ഇത് അതിജീവിച്ച് കഴിയുകയും കൂടി ചെയ്തിട്ടുണ്ട്. കരിയിലക്കുളങ്ങരയിലെ ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിലെ ജീവനക്കാരനും മില്ലിലെ പുതിയ ഹരിത സംരംഭമായ ആലപ്പി ഗാർഡൻ നഴ്സറിയുടെ കൺവീനറുമാണ് വിജയകുമാർ. മില്ലിലെ മരങ്ങളിലും ഗ്രാഫ്റ്റിംഗ് വിജയകുമാർ നടത്തിയിട്ടുണ്ട്. തൃശൂർ മണ്ണുത്തിയിൽ നിന്നും ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്നിവയിൽ വിജയകുമാർ പരിശീലനം നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ വീട്ടുവളപ്പിൽ മികച്ച രീതിയിൽ ജൈവ പച്ചക്കറി കൃഷിയും വിജയകുമാർ നടത്തുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം.